സരികയെടുത്ത് രേണ പറഞ്ഞ് ചേച്ചി കരയാതെ ചേച്ചി മെൻ്റലി സ്ട്രോങ് ആവുന്നു. അത് സരികയ്ക്ക് ഇഷ്ടപ്പെട്ട. നീ ആരാ എന്നോട് മെൻ്റലി സ്ട്രോങ് ആവാൻ പറയാൻ? ഞാൻ സ്ട്രോങ് ആണ്. നീ എന്തിനാണ് എന്നോട് പറയുന്നത് മെൻ്റലി സ്ട്രോങ് ആവാൻ? നീ എന്തിനാ എന്നോടത് പറയേണ്ട കാര്യം? നിനക്ക് എന്താണ്? അങ്ങ് തുടങ്ങിയിട്ടേ ഇതൊക്കെ വന്ന് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഇവരിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ട് കിടന്ന് പറയുന്നത്. ഞാൻ കരയുന്നത് ഈമാതിരി വർത്തമാനം കേട്ടിട്ടാണ്. നീ മെൻ്റലി സ്ട്രോങ് അല്ലെന്ന് പറയേണ്ട കാര്യം എന്താ? ഇതൊക്കെ കേട്ടാലാണ് മനുഷ്യൻ കരയുന്നത്. ഇവിടെ ആരും എന്നെ ഉപദേശിക്കാനൊന്നും ചോദിക്കുന്നത്. ചേച്ചി അങ്ങനെ അറിഞ്ഞല്ല ചേച്ചി രേണ പറയുന്നു. അനുമോൾ ഒന്നോട്ട് പറഞ്ഞ് വീട് അവള് കൊച്ചല്ലേന്ന്. കൊച്ചാണെങ്കിൽ എടുത്ത് മടി വെച്ചോ. നീ അവിടെ ഒരു ഉപദേശം നീ ഉപദേശിക്കണ്ട കേട്ടോ. നീ ഇവിടെ നിന്ന് പറയില്ല. അനുമോളോട് സരിക ചോദിക്കുക. എൻ്റെ അടുത്തൊരാൾ മെൻ്റലി സ്ട്രോങ് ആവുമെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. രേണ പറയുന്നത് ചേച്ചി മെൻ്റലി വീക്ക് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം സരിക പറഞ്ഞു പിന്നെ അതിൻ്റെ അർത്ഥം അത് തന്നെ അല്ലേ? കരയുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് ചേച്ചി. ഞാൻ കരയുന്നതിനൊന്നും കുറ്റം പറഞ്ഞില്ല ചേച്ചി ഒന്ന് സ്ട്രോങ് ആവാനേ പറഞ്ഞോളൂ. ചേച്ചി ഞാൻ വന്നിട്ട് ചേച്ചി കരഞ്ഞുകൊണ്ട് നിന്നുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചത്. അത് അങ്ങനെയാണോ നീ ചോദിക്കണം? നീ വന്ന ഉടനെ എന്താണ് ചോദിച്ചത്? ആ ചേച്ചി പിന്നെ എങ്ങനെയാണ് ചോദിക്കുന്നത്? സ്നേഹത്തോടെ ചോദിക്കണം. സരിക പറയുകയാണേ ഞാൻ നിന്നേക്കാളും കുറേ ഓണം ഉണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമുക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാവരും കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് നീ പറ അല്ലെങ്കിൽ എനിക്കൊരു അവസരം എന്താ പറയാൻ? എന്തെന്നാണ് ഈ സരികയ്ക്ക്? ഇവർക്കൊക്കെ ഗെയിമിൽ നിന്ന് ഇതുവരെ പോയില്ലേ? ഇവിടെ നിന്നപ്പം ഗെയിം കളിക്കാതെ മാറി അവിടെ ഇവിടെ ഇരുന്ന് തലയും ചൊറിഞ്ഞിരുന്നിട്ടേ ഇപ്പോൾ വന്നിട്ട് ഗെയിം കളിക്കുന്നു. നമ്മളിവിടുന്ന് പോയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നമ്മളോട് ചോദിക്കുക ചേച്ചി കരഞ്ഞോ? ചേച്ചി മെൻ്റലി വീക്കായോ? ചേച്ചി കരഞ്ഞോ? ഇതിൻ്റെ ആവശ്യം എന്താ? ഇങ്ങനെയാണോ ഒരാളെ സമാധാനപ്പെടുത്തുന്നത്? വീണ്ടും വന്നിട്ട് ചേച്ചി കരഞ്ഞോ? ചേച്ചി മെൻ്റലി വീക്കാണോ? ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം. ഇങ്ങനെയാണോ ഒരാളെ സമാധാനിപ്പിക്കുന്നത്? സരിക ചോദിക്കുകയാണ് എല്ലാവരോടും കൂടെ. ചേച്ചി ഇപ്പോൾ ഇവിടെ വന്ന് ഡ്രാമ ആക്കാതെന്ന് രേണ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പറഞ്ഞുണ്ടാക്കിക്കോ. ശരി എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നോട് മിണ്ടാനേ താല്പര്യമില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ നിന്നോട് കുറേ നേരമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് രേണ നിൻ്റെ പ്രശ്നം? ചേച്ചി ഞാൻ കാരണമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശാരിക പറഞ്ഞു അവളൊരു തമാശ പറഞ്ഞായിരിക്കും വീട് ഇനിയൊരു ഇതാക്കണ്ടെന്ന് പറയുന്നത്. എന്നോട് സംസാരിക്കണ്ട കേട്ടോ. എന്നോട് സംസാരിക്കണം. അനു എന്നോട് സംസാരിക്കണ്ട. എന്തൊരു സംസാരമൊക്കെയാണ് ഇവർ. അനുമോൾ ഇതേ പറഞ്ഞോളൂ. അത് കൊച്ചല്ലേ വീട്, എന്തിനാ അവർ സീരിയസ് ആക്കുന്നത്? ഇത്രയും ഒരു കാര്യം അനുമോൾ പറഞ്ഞോളൂ. അതിനാണ് അനുമോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ നീ ഇങ്ങനൊന്നും കാണിക്കത്തില്ല. നീ വരുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അത് കാണിച്ചതിന് ശേഷം പിന്നെ പറയത്തുള്ളൂ. എന്തൊക്കെ പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവരൊക്കെ അങ്ങ് പുറത്തിറങ്ങി കഴിയുമ്പോൾ മനസ്സിലായി ബിഗ് ബോസിൽ വന്നിട്ട് ഒന്നും ചെയ്തില്ലെന്ന്. ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുക. ഇതേ കണക്ക് തന്നെ ശാരികയും കാണിക്കുന്നുണ്ട്. ശാരിക, ശൈത്യ, ഈ സരിക ഇതെല്ലാം ഒരുപാട് ഓവറാവുന്നു. റെന ഇതൊന്നും അറിയുന്നില്ല. ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി അറിയത്തേ ഉള്ളൂ റെനയുടെ വിശേഷം. ശരി, അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.